ഹലോ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു 3 ലേറ്റസ്റ്റ് യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്സ് ആണ് കേട്ടോ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ അപ്ഡേറ്റ്സ് എന്നെപ്പോലെയുള്ള സ്റ്റാർട്ടിങ് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം മോണിറ്റൈസ് ആയ ചാനൽസിൻ്റെ അപ്ഡേറ്റ്സ് ഉള്ളത് എനിക്ക് ഡെമോ കാണിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ചാനൽ പോലും ആയിട്ടില്ല അത്ര. അപ്പോൾ അത് കാരണം ഞാൻ സ്റ്റാർട്ടിങ് യൂട്യൂബേഴ്സിന് ഏതൊക്കെയാണ് എഫക്റ്റീവ് ആവുക എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് ഫുള്ളായിട്ട് മനസ്സിലാവുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുന്നേ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ഉണ്ട് കേട്ടോ, അതും നമുക്ക് പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരു വാർണിംഗ് കിട്ടിയ ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഈ ഇടയ്ക്ക് ഒരു നല്ലൊരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. രുചിയും റോഡും വിത്ത് എൽസ എന്ന് പറഞ്ഞ ചാനലിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക് യു സപ്പോർട്ട് ചെയ്യണേന്. പിന്നെ ഞാൻ നിങ്ങളുടെയും വീഡിയോസ് കണ്ടു, ഞാൻ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. നല്ല വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് യൂട്യൂബിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള അപ്ഡേറ്റ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഒരു അപ്ഡേറ്റ് ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഓഡിയോ ആഡ് ചെയ്തു നമ്മുടെ വീഡിയോയിൽ, എന്നിട്ട് ഓഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി റിവേർട്ട് ടു ഒറിജിനൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. റിവേർട്ട് ടു ഒറിജിനൽ ബേസിക്കലി നമ്മൾ ഈ അൺഡു ചെയ്യുമല്ലോ, എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ അത് വേണ്ടാന്ന് ഉണ്ടെങ്കിൽ അതൊന്ന് അൺഡു ചെയ്യാം എന്നുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ അതാണ് ബേസിക്കലി ഈ റിവേർട്ട് ടു ഒറിജിനൽ കേട്ടോ. ആ ഫീച്ചർ ഇനി മുതൽ ഉണ്ടാവില്ല എന്നാണ് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നുള്ള കൺഫർമേഷൻ വന്നിട്ട്. റിവേർട്ട് ടു ഒറിജിനൽ ഫീച്ചർ അവർ എടുത്ത് കളയുകയാണ്. അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനലായിരിക്കും. പിന്നെ നമുക്കൊരു ബാക്ക് ചെയ്തിട്ട് ഒറിജിനൽ വീഡിയോയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇനി യൂട്യൂബ് സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നല്ലോണം കെയർഫുള്ളി എഡിറ്റ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഞാൻ സജസ്റ്റ് ചെയ്യുക ഒരു ബാക്കപ്പിൽ നമുക്കൊരു വീഡിയോയുടെ കോപ്പി, ഒറിജിനൽ വീഡിയോയുടെ കോപ്പി എപ്പോഴും സേവ് ചെയ്ത് വെക്കുക. പബ്ലിഷ് ചെയ്യണ വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റിസ്ക് ഉണ്ടാവില്ല. അഥവാ എന്തെങ്കിലും പ്രശ്നമായാലും നമുക്ക് പിന്നെ അത് റീ അപ്ലോഡ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. പിന്നെ ഒരു സജഷനും കൂടി ഉള്ളത്, ഇങ്ങനെ ഒരു ഇതുള്ള കാരണം കുറച്ചും കൂടി സേഫർ എക്സ്റ്റേണൽ ടൂൾ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യണത് ആവും. മെയിൻലി ട്രിം ചെയ്യാനും അതിൻ്റെയൊക്കെ പർപ്പസിന് എക്സ്റ്റേണൽ ടൂൾ ഉപയോഗിച്ചിട്ട് എഡിറ്റ് ചെയ്യാനാവും കേട്ടോ ബെറ്റർ. കാരണം ഇതിൽ കുറച്ച് ഇനിയിപ്പോൾ റിസ്ക് ആവും. നമ്മൾ ബൈ മിസ്റ്റേക്കിൽ എന്തെങ്കിലും എക്സ്ട്രാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോർ എവർ കട്ടായി പോകും. അപ്പോൾ അത് കാരണം കുറച്ച് കെയർഫുള്ളി യൂട്യൂബ് സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യണവരാണെങ്കിൽ, മിക്കവാറും ആരും അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല, ഇൻ കേസ് ഓഫ് എമർജൻസി ആവും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇൻ കേസ് അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കുറച്ചുകൂടി കെയർഫുള്ളി ആ ഫീച്ചർ ഇനി യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു അപ്ഡേറ്റ് ഉള്ളത്, പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് പ്ലേലിസ്റ്റ് വോട്ടിംഗ് ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിൽ നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓരോ കാറ്റഗറീസിനും ഓരോ പ്ലേലിസ്റ്റായിട്ട് ജനറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ വ്യൂവേഴ്സിന് ഇനി ഏത് വീഡിയോ ആണ് ഫസ്റ്റ് വരേണ്ടത്, ഏത് വീഡിയോ ആണ് സെക്കൻഡ് വരേണ്ടത് എന്നുള്ള കാര്യം വോട്ട് ചെയ്തിട്ട് അവർക്ക് ഇതാക്കാൻ പറ്റും കേട്ടോ, റാങ്ക് ചെയ്യാൻ പറ്റും. ബേസിക്കലി ആ ഓരോ വീഡിയോസിനെ റാങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ഇൻഫോർമേറ്റീവ് പറഞ്ഞിട്ട്. ആ ഇൻഫോർമേറ്റീവിൻ്റെ ഉള്ളിൽ നല്ലൊരു വീഡിയോ ഏതാണെന്നുണ്ടെങ്കിൽ അതിന് ആൾക്കാർ കൂടുതൽ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഫസ്റ്റിൽ ഷോ ആവും. പിന്നെ സെക്കൻഡ് ഏതാണ് റാങ്കിങ്ങിൽ വരണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ സെക്കൻഡ് ഷോ ആവും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ പ്ലേലിസ്റ്റ് വോട്ടിംഗ് ഫീച്ചർ വർക്ക് ആവുന്നത്. അപ്പോൾ ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഡെമോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് പെട്ടെന്ന് നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ പ്ലേലിസ്റ്റിലത്തെ എഡിറ്റ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ താഴെ നമുക്കൊരു വോട്ടിംഗ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഒന്ന് ടോഗിൾ ചെയ്തിട്ട് എവ്രി വൺ എന്ന് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വോട്ടിംഗ് ഓപ്ഷൻ എനേബിൾ ആവും. ഓക്കെ, നമ്മളിപ്പോൾ എനേബിൾ ചെയ്തൊരു പ്ലേലിസ്റ്റാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിലൊരു അപ്പ് ആറും ഡൗൺ ആറും സെപ്പറേറ്റ്ലി കാണാണ്ടല്ലോ. അപ്പോൾ ഇതിലിനി നമുക്ക് വോട്ട് ചെയ്തിട്ട് ഏത് വീഡിയോ ആണ് ആദ്യം വരേണ്ടത്, ഏത് വീഡിയോ ആണ് സെക്കൻഡ് വരേണ്ടത് എന്നുള്ളത് നമ്മുടെ ഓഡിയൻസിന് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ബേസിക്കലി ഈ വോട്ടിംഗ് ഫീച്ചർ. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി എൻഗേജ്മെൻറ്റ്, യൂസേഴ്സായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കുറച്ചും കൂടി വരും. കാരണം അവർക്കൊരു എൻഗേജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരികയാണല്ലോ, വോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓഡിയൻസിനെ ഒരു ഇൻവോൾവ് ചെയ്ത് വെക്കാനുള്ളൊരു ഫീച്ചർ, ഒരു ഹെൽപ്പ് ആവും ഇത്. ഈ ഫീച്ചർ ജെന്യൂൺലി ആൾക്കാർ വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ലൊരു വീഡിയോ റാങ്കിങ്ങിൽ വന്നിട്ട് നമുക്കങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും കേട്ടോ. ജെന്യൂണായിട്ട് ആൾക്കാർ വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല വീഡിയോ എപ്പോഴും നമ്മുടെ പ്ലേലിസ്റ്റിൽ ടോപ്പിലുണ്ടാവും. അതൊരു ബെനിഫിറ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് അഥവാ ജെന്യൂണായിട്ട് ആൾക്കാർ വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കളി തിരിച്ചിട്ടും ആവാം. കാരണം നമ്മുടെ അത്ര
നല്ലതല്ലാത്തൊരു വീഡിയോനെ കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ആവും ടോപ്പിൽ നിൽക്കുക. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആവും ക്രിയേറ്റേഴ്സിന്. കാരണം പിന്നെ ആരെങ്കിലും പുതിയ യൂസേഴ്സ് ആ പ്ലേലിസ്റ്റ് നോക്കുമ്പോൾ ആ വീഡിയോ ആവും ടോപ്പിൽ കാണുക, അതാവും അവർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അതിൽ തന്നെ പോവും. അഥവാ നമ്മുടെ ഏതെങ്കിലും ഒരു ലോ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ പോവും. അപ്പോൾ അതൊരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 1-2 പ്ലേലിസ്റ്റിന് അത് ആ ഒരു ഫീച്ചർ ട്രൈ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമുക്കത് എപ്പോൾ വേണമെങ്കിലും ഓഫ് ചെയ്യാനുള്ള ഫീച്ചറും ഉണ്ട്. ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, അങ്ങനെ എപ്പോൾ വേണമെങ്കിലും അത് ഇതാക്കാം കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അത് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വോട്ടിംഗ് ഫീച്ചർ ഓഫ് ചെയ്തിട്ടും വെക്കാം. ഓക്കെ. ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അവർ വോയിസ് റിപ്ലൈ ഫീച്ചർ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ടെസ്റ്റിങ്ങിലാണ്. അതൊരു എക്സൈറ്റിംഗ് ഫീച്ചറായിട്ട് തോന്നി, ഒരു യൂണീക്ക് ഫീച്ചറായിട്ട് തോന്നി. നമ്മുടെ വാട്സാപ്പും ഇൻസ്റ്റയിലൊക്കെ ഉള്ള പോലെ നമുക്ക് വോയിസ് റിപ്ലൈ ഇനി യൂട്യൂബിൽ ചെയ്യാൻ പറ്റും. ഇത് ക്രിയേറ്റേഴ്സിന് മാത്രമാണ് കേട്ടോ. വ്യൂവേഴ്സിന് വോയിസ് റിപ്ലൈ ഇടാൻ പറ്റില്ല. ക്രിയേറ്റേഴ്സിൻ്റെ ഉള്ള ഒരു ഫീച്ചറാണ്. ഇത് ഇറങ്ങിയിട്ടൊന്നുമില്ല, ഇപ്പോഴും ടെസ്റ്റിങ്ങിൽ തന്നെയാണ്. ഇത് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് തന്നെ അവർ അനൗൺസ് ചെയ്തിട്ട് ഒരു 3 മാസത്തോളം ആയി തോന്നുന്നുണ്ട്, 3-4 മാസത്തോളം ആയി തോന്നുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആ ഒരു ഫീച്ചർ ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും അത് ടെസ്റ്റിംഗ് ഫേസിലാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് യൂട്യൂബേഴ്സിന് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. അവർ ടെസ്റ്റിംഗ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്, അവർക്ക് മാത്രമാണ് ഇപ്പോൾ ആ ഫീച്ചർ എനേബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ലോഞ്ച് ആവുന്നുണ്ടാവുള്ളൂ. ബട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം അതൊരു എക്സൈറ്റിംഗ് ഫീച്ചറാണ്. അത് വന്നു കഴിഞ്ഞാൽ ഒരു എക്സൈറ്റിംഗ് ഫീച്ചറാണ് അല്ലേ. നമുക്ക് നമ്മുടെ ഓഡിയൻസിന് വോയിസിലൂടെ തന്നെ, കമൻറ്റിൽ ടൈപ്പ് ചെയ്യാതെ വോയിസിലൂടെ തന്നെ റിപ്ലൈ കൊടുക്കാൻ പറ്റും. പിന്നെ പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് ആകെ 30 സെക്കൻഡാണ് വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഓഡിയൻസായിട്ട് പേഴ്സണലി ഒരു കണക്റ്റ് കുറച്ചും കൂടി ഗ്രോ ചെയ്യാൻ പറ്റും വോയിസ് റിപ്ലൈ വന്നു കഴിഞ്ഞാൽ. നമ്മുടെ വീഡിയോസിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് വോയിസ് റിപ്ലൈ ആയിട്ട് തന്നെ അവർക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു യൂട്യൂബറും ഒരു ഓഡിയൻസും ആയിട്ടുള്ള കണക്ഷൻ ഗ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 അപ്ഡേറ്റ്സ് കണ്ടു. ഒരെണ്ണം റിവേർട്ട് ടു ഒറിജിനൽ ഫീച്ചർ റിമൂവ് ചെയ്യാൻ പോവുകയാണ് യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ളത്. പിന്നെ ഒരെണ്ണം വോയിസ് റെക്കോർഡിങ്ങിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ട്, ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഒരെണ്ണം നമ്മുടെ പ്ലേലിസ്റ്റിൽ വോട്ടിംഗ് ഫീച്ചർ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഫീച്ചർക്ക് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് അറിയിക്കുക കമൻറ്റ് സെക്ഷനിൽ. പിന്നെ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ 2 ഫീച്ചർ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഇതിൽ വന്നോ ഇല്ലേ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ റിവേർട്ട് ടു ഒറിജിനൽ ഫീച്ചർ ഇതുവരെ പോയിട്ടില്ല, എപ്പോഴും ഉണ്ട്. പക്ഷേ അതിലൊരു വാർണിംഗ് മാതിരി വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് അത് പോകുമെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.